പ്രാർത്ഥനയ്ക്കുത്തരം ലഭ്യമാകുന്ന സ്വർഗകവാടം. എളമരം യതീംഖാന അഗതി മന്ദിരം. വാഴക്കാട്ടെ പ്രമുഖ കുടുംബമായ കൊയപ്പത്തൊടി കുടുംബത്തിലെ അംഗമായിരുന്ന വായ്ച്യാക്ക എന്ന KV മുഹമ്മദ് ഹുസൈൻ സിവിൽ വർക്ക് കോൺട്രാക്ടറായിരുന്നു. തൻ്റെ ജീവിത വരുമാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ മതരാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലും സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കരുണ തേടിയെത്തിയ നിർധന കുടുംബങ്ങളെയും യതീം മക്കളെയും സഹായിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. 1960-70 കാലഘട്ടത്തിൽ കൊടിയ ദാരിദ്ര്യം നാടിനെ പിടികൂടിയ കാലം. യതീമായവർ, അഗതികൾ, നിർധന കുടുംബങ്ങൾ, പാവപ്പെട്ടവർക്ക് വിശപ്പടക്കാൻ കഴിയാത്ത ദുരിതകാലം. ജീവകാരുണ്യ പൊതുരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇത്തരം ദുരിത കഥനകഥ നിത്യേന അനുഭവപ്പെട്ടതോടെ യതീമുകളെയും അഗതികളെയും സംരക്ഷിക്കാൻ സംവിധാനമൊരുക്കണമെന്ന ചിന്താഗതിയിലേക്ക് അദ്ദേഹം എത്തി. യതീമുകളെയും അഗതികളെയും സംരക്ഷിക്കുന്ന പ്രവൃത്തി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണെന്ന അറിവും ഈ ഒരു മേഖലയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് നഹ മഞ്ചേരി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി നാട്ടിലെ പൗരപ്രമുഖരുമായും യതീംഖാന അഗതി മന്ദിരം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ കൃത്യമായ ദീർഘവീക്ഷണത്തോടെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് 1969 നിയമാവലി തയ്യാറാക്കി എളമരം പാലക്കുഴിയിലെ സ്വന്തം വീട്ടിൽ 7 കുട്ടികളുമായി എളമരം യതീംഖാന ആൻഡ് അഗതി മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘകാല പ്രസിഡന്റും സൂഫി വര്യനുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദയുടെ പ്രാർത്ഥനയോടെയാണ് എളമരം യതീംഖാന തുടക്കം കുറിച്ചത്. പാണക്കാട് സയ്യിദുമാരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളെയും ഏറെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം ഏതൊരു പ്രവൃത്തിയും ഇവരുടെ കൈകളാലാണ് തുടക്കം കുറിച്ചിരുന്നത്. മരണം വരെ അദ്ദേഹം ഈ പാത പിന്തുടർന്നു. 1970-80 കാലഘട്ടത്തിൽ യതീംഖാനയുടെ പ്രവർത്തനം ഏറെ ക്ലേശകരമായിരുന്നു. നാടിനു പരിചയമല്ലാത്ത ഒരു സംവിധാനം, സ്വന്തമായി തന്നെ ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലം. ഈ ദുരിതകാലത്ത് മുണ്ടു മുറുക്കിയുടുത്ത് തൻ്റെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും മുന്നിൽ കൈനീട്ടി യതീംഖാനയിലെ കുട്ടികളുടെ വിശപ്പടക്കാൻ KV മുഹമ്മദ് ഹുസൈൻ ഓടി നടന്നു. വറുതിയുടെ കാലത്ത് ഒരു നേരത്തെ ആഹാരം ലഭിക്കുക എന്നതു തന്നെ വലിയ കാര്യമായിരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി നിരവധി കുട്ടികൾ യതീംഖാനയിലേക്കെത്തി. രാവിലെ സർക്കാരിൽ നിന്ന് ലഭ്യമായിരുന്ന റൊട്ടിയും ഉച്ചയ്ക്ക് ചോറും രാത്രി കഞ്ഞിയും കുട്ടികൾക്കായി സ്നേഹത്തോടെ വിളമ്പുകയും കഴിവുറ്റ ഉസ്താദുമാരെയും അധ്യാപകരെയും ഉപയോഗപ്പെടുത്തി മത ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് കുട്ടികൾക്കു നൽകി. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. ഇവർക്ക് താമസവും പഠനവും മറ്റു കാര്യങ്ങളും ഒരുക്കുന്നതിൽ കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമായി വന്നു. ഇതോടെ തൻ്റെ സഹോദരിയുടെ കൈവശമുണ്ടായിരുന്ന എസ്റ്റേറ്റ് ബംഗ്ലാവും സ്ഥലവും വാങ്ങിച്ചു. യതീംഖാന എന്നറിഞ്ഞതോടെ സഹോദരി ആമിന കൂടുതൽ സ്ഥലം സൗജന്യമായി നൽകി. അങ്ങനെ 1970 എളമരം യതീംഖാന പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബ് ആലിമ്യങ്ങളുടെയും ഉലമാക്കളുടെയും സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചു. PM അബൂബക്കർ പ്രസിഡന്റും KV ഹുസൈൻ സാഹിബ് ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റി ഇതിന് നേതൃത്വം നൽകി. പട്ടിണി മാറ്റാൻ പ്രയാസപ്പെടുന്ന അക്കാലത്ത് നിരവധി കുടുംബങ്ങളാണ് എളമരം യതീംഖാനയിലേക്ക് എത്തിത്തുടങ്ങിയത്. പിതാവ് മരണപ്പെട്ടവർ, അഗതികൾ, വിവാഹമോചിതരുടെ മക്കൾ. ഉപ്പയും ഉമ്മയും വിവാഹമോചിതരാവുകയും പിന്നീട് പുനർവിവാഹം നടത്തുകയും ചെയ്യുന്നതോടെ ഒറ്റപ്പെട്ടുപോയ മക്കൾ. ഉപ്പയും ഉമ്മയും ഉണ്ടായിരിക്കെ ഭക്ഷണത്തിന് വകയില്ലാതെ പ്രയാസപ്പെട്ട മക്കൾ. ഇത്തരം മക്കളുടെ സംരക്ഷണം യതീംഖാനയിലേക്ക് എത്തിയതോടെ നാടിൻ്റെ കണ്ണീരൊപ്പുന്ന സ്ഥാപനമായി ഇത് മാറി. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തത്ര ദുരിതകാലമായിരുന്നു അത്. കുട്ടികൾ വർദ്ധിച്ചതോടെ KV മുഹമ്മദ് ഹുസൈൻ സാഹിബും യതീംഖാന അഗതി മന്ദിരം ഭാരവാഹികളും മാവൂരിലെ ഗോളിയോ റയോൺസിന് മുന്നിൽ ശമ്പള ദിനത്തിലും ബോണസ് ലഭ്യമാകുന്ന ദിനത്തിലും മറ്റ് സുമനസ്സുകളുടെ മുന്നിലും അരിയും ഭക്ഷണവും സാധനങ്ങളും അധ്യാപക ചിലവുകളിലേക്കും സുമനസ്സുകളെ സമീപിച്ചുകൊണ്ടേയിരുന്നു.
തൻ്റെ സമ്പാദ്യം കൊണ്ട് സുന്ദരമായി ജീവിക്കാൻ അവസരമുണ്ടായപ്പോഴും അതെല്ലാം മാറ്റിവെച്ച് യതീംഖാനയിലെ മക്കൾക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാമനീഷി. യതീംഖാനയിൽ ഭക്ഷണം തികയാതെ വന്നാൽ സ്വന്തം വീട്ടിലെ ഭക്ഷണം പോലും യതീംഖാനയിലേക്ക് കൊണ്ടുപോയ വിവരം മക്കൾ ഓർത്തെടുക്കുന്നു. നാടിൻ്റെ കണ്ണീരൊപ്പുന്ന യതീംഖാനയിലേക്ക് നേർച്ചയാക്കിയാൽ വെളിപ്പുറത്ത് ഉത്തരം ലഭ്യമാകുന്ന അത്ഭുത കാഴ്ച യതീംഖാനയെ കൂടുതൽ ജനങ്ങളിലേക്കെത്തിച്ചു. പ്രാർത്ഥനകൾക്ക് നേരിട്ട് ഉത്തരം നൽകുന്ന അള്ളാഹു അനുഗ്രഹിച്ച സ്ഥാപനമായി എളമരം യതീംഖാന മാറി. റഹ്മാനായ ഖാലിഖായ റാസിഖായ ലത്തീഫായ അല്ലാഹ് അവരൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ യതീംഖാന സഹായിച്ച മുഴുവൻ ആൾക്കാരുടെ ഉദ്ദേശങ്ങൾ ഇനി നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. ഇവർക്കുള്ളായ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ചികിത്സകൾ എല്ലാം നടക്കുന്നതിനാണ് ഇവർ വരുന്ന മഹാന്മാരായ ഉദാരമതികളും പലവരുമായ അവരുടെ സംഭാവന കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. അവരൊക്കെ നീ സഹായിക്കണം അല്ലാഹ്. അവർ വീടുകളിൽ, സമ്പത്തുകളിൽ, ബിസിനസ് മേഖലകളിൽ, ജോലി മേഖലകളിൽ, കുടുംബങ്ങളിൽ നിഖിലമേഖം ധാരാളമായ ഖൈറും ബർക്കത്തും അഭിവൃദ്ധിയും പുരോഗതി ഏറ്റി കൊടുക്കണം അല്ലാഹ്. സുമനസ്സുകൾ പ്രാർത്ഥനകൾക്കും അതോടൊപ്പം യതീം അഗതി മക്കളെ ചേർത്തുപിടിക്കാനും സ്ഥാപനത്തിൻ്റെ പടികയറിയെത്തി. കോഴിക്കോട് കുന്നമംഗലം ഭാഗത്തു നിന്നുള്ള സുമനസ്സുകളുടെ വരവ് യതീംഖാനയെ പച്ചപിടിപ്പിച്ചു. യതീംഖാനയിലെ കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് അന്നത്തെ കാലത്ത് നെല്ല് വിളയുന്ന പ്രദേശങ്ങളിലെല്ലാം ഹുസൈൻ സാഹിബും യതീംഖാനയെ സ്നേഹിക്കുന്ന ഭാരവാഹികളും റിസീവർമാരും ചെന്നുകൊണ്ടിരുന്നു. എളമരം യതീംഖാന അഗതി മന്ദിരത്തിനു കീഴിൽ അനാഥ അഗതി മന്ദിരം ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, MHM ഇസ്ലാമിക് അക്കാദമി, നൂറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ, CHMKM LP ആൻഡ് ഹൈസ്കൂൾ പണിക്കരപ്പുറായ, CHMKM LP ആൻഡ് ഹൈസ്കൂൾ വാഴക്കാട്, CHMKM പ്രീ പ്രൈമറി പണിക്കരപ്പുറായ, BTMA UP സ്കൂൾ എളമരം എന്നിങ്ങനെ പടർന്നു പന്തലിച്ച് നിലകൊള്ളുന്നു. വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികളെ പഠനത്തിനായി എത്തിച്ചു. മതരാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചാരിറ്റി രംഗത്ത് വായ്ച്ചയാക്കയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ എല്ലാം പ്രതിഫലനം യതീംഖാനയുടെ വളർച്ചയിലും കണ്ടു തുടങ്ങി. പാണക്കാട് കുടുംബത്തെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മഹാരഥന്മാരെയും യതീംഖാനയിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥന നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമായിരുന്നു. സെയ്ദുമാർക്കും ഉലമാക്കൾക്കും ഉമറാക്കൾക്കും അദ്ദേഹം നൽകിയ സ്വീകാര്യതയും സ്നേഹവും നാടിനും മാതൃക തന്നെയായിരുന്നു. യതീംഖാനയിൽ 50 കുട്ടികളും KV മുഹമ്മദ് ഹുസൈൻ മെമ്മോറിയൽ അക്കാദമിയിൽ 63 കുട്ടികളും LP ഹൈസ്കൂളുകളിലുമായി 1000-ലേറെ കുട്ടികളും 90-ലേറെ ജീവനക്കാരുമായി ഇന്ന് പടർന്നു പന്തലിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി എളമരം യതീംഖാന അഗതി മന്ദിരം നിലകൊള്ളുന്നു. ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും KV മുഹമ്മദ് ജനറൽ സെക്രട്ടറിയും KV മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രഷററുമായി 15-അംഗ കമ്മിറ്റി ഇന്ന് എളമരം യതീംഖാനയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. യതീം അഗതി മക്കളുടെ ആശാകേന്ദ്രമായി മാറിയ എളമരം യതീംഖാനയിലെ 2 പെൺകുട്ടികളുടെ വിവാഹം മെയ് 7-ന് രാത്രി 7 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും കാർമ്മികത്വത്തിൽ നിക്കാഹ് ചെയ്തു നൽകുകയാണ്. പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വളരെ ഭാരിച്ച ചെലവ് പ്രതീക്ഷിക്കുന്ന 2 വിവാഹങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.